ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അങ്ങനെ വെൽക്കം ടു ആൽബിൻസ് ഒപ്പീനിയൻ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രേവൺ ദ ഹണ്ടർ. അത് ഞാൻ ഇന്നലെ പോയി കണ്ട ഒരു പടമാണ്. ഇപ്പോഴും ചിന്തിക്കുന്നത് എന്തിനാണ് ഞാൻ വെറുതെ കാശ് മുടക്കിയെന്ന്. യെറ്റ് അനദർ ഒരു സോണിയുടെ കാട്ടപരാധം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കാണോ ഈ സോണി എന്തിനാണ് ഇങ്ങനെ കാട്ടപരാധങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്? അവരെന്തോ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ആ മാഡം വെബ്, അതെ, ഈ വർഷം ഇറങ്ങിയാൽ മാഡം വെബും വെനം പിന്നെ എനിക്ക് കുറച്ചെങ്കിലും വർക്കായി, അറ്റ്ലീസ്റ്റ് എനിക്കത് വർക്കായെന്നെങ്കിലും പറയായിരുന്നു. അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ്, എസ്പെഷ്യലി മറ്റേ വെനമും ടോം ഹാർഡിയായിട്ടുള്ള കെമിസ്ട്രിയും ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇത് കണ്ടിരിക്കായിരുന്നു ആ പടം. കമ്പയർ ടു ദിസ് അത് കണ്ടിരിക്കായിരുന്നു. ഈ സിനിമ എന്തിനാണ് ഇത് ഉണ്ടാക്കിയത്? ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് രസമായി തോന്നി. ബിക്കോസ് കുറച്ച് വയലൻസ്, ഒരു വയലന്റ് പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്കിലും കാണാൻ പോയതാണ് ഞാൻ. പക്ഷെ ഒരു കിണ്ടിയില്ല ഈ സിനിമയ്ക്കകത്ത്, ഒരു കിണ്ടി പോലും. അതായത് വളരെ ഇങ്ങനെ ഒരുമാതിരി വളരെ ലൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം, വളരെ റോ ആയിട്ടുള്ള ഒരു സാധനം. അത് ആ റോനെസ് അത് കാണിക്കുന്നില്ല. അതായത് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ഈ സിനിമ. ഷോ ആയിരുന്നു ഈ പടം. ഇതിനകത്ത് ആ കൂടെ കുറച്ചെങ്കിലും പോസിറ്റീവ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഇതിനകത്ത് നായകൻ, അത് ക്രേവനായിട്ട് അഭിനയിച്ച പുള്ളി. പക്ഷേ ഹി ഹാസ് ഡൺ ഹിസ് മാക്സിമം. ഓക്കെ, ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് പുള്ളി ഒരു പൊട്ടത്തരായിരുന്നു ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പുള്ളി ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ഹീ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദിസ് റോൾ ആക്ച്വലി, സത്യം പറയുകയാണെങ്കിൽ. കാരണം അക്കോർഡിംഗ് ടു കോമിക്സ്, ക്രേവൻ ദ ഹണ്ടർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു നല്ല ഫിസിക്കുള്ള ഒരു മനുഷ്യനാണ്. ഈ പുള്ളിയും അത്യാവശ്യം പുള്ളിയെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റിയ ഫിസിക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കൺവിൻസിങ്. അങ്ങനെ ഒരു പടം. പിന്നെ ആക്ഷൻ സീക്വൻസസ് എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയറക്ടർ, എനിക്ക് പുള്ളിയോട് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ ഈ കോമിക്സ് വായിക്കി. ഞാൻ പേഴ്സണലി കോമിക് വായിക്കുന്ന ഒരു മനുഷ്യനാണ്. ആൻഡ് ഓൺലൈനിലേക്ക് ഞാൻ വായിക്കുന്ന ഒരു മനുഷ്യനാണ്. അറ്റ് ടൈംസ് ഞാൻ മേടിക്കും. ആൻഡ് ഞങ്ങളെ പൊട്ടന്മാരാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിക്ക് ഒരു കുന്തം അറിഞ്ഞൂടെ ഈ സിനിമയെ പറ്റി, ഈ ക്യാരക്ടറിനെ പറ്റി ഒരു കുന്തം അറിഞ്ഞൂടാ. ക്രേവൻ ഇസ് ലൈക്ക് സ്പൈഡർമാൻ്റെ ഒരു ടോപ്പ് വില്ലന്മാരിൽ ഒരാളാണ് പുള്ളി. ആൻഡ് ഇതിനകത്ത് എനിക്കറിഞ്ഞൂടാ ഹൗ ദേ ആർ ഗോയിങ് ടു പോർട്രേ ക്രേവൻ വേഴ്സസ് സ്പൈഡർമാൻ ആൻഡ് ഓൾ. എനിക്കറിഞ്ഞൂടാ എങ്ങനെയാണെന്ന്. ഈവൻ ഈ മാഡം വെബ് ആണെങ്കിൽ പോലും ആ ഡയറക്ടറും ഒരു കുന്തും അറിഞ്ഞൂടെയാണ് പടം എടുത്തേക്കുന്നത്, അറിയേണ്ടതാണ് പടം എടുത്തേക്കുന്നത്. എനിക്കറിഞ്ഞൂടെ എന്തിനാണ് ഈ സോണി ഇങ്ങനെ ചുമ്മാ കാട്ടപരാധങ്ങൾ പടച്ചു വിടുന്നതെന്ന്. ആ വെനം ഓക്കെ, അത് പോട്ടെ, അത് എന്തായാലും തീർന്നു. ഈ പിന്നെ സോണി പറഞ്ഞേക്കുന്നത് ഈ ക്രേവൻ ആണ് ലാസ്റ്റ് പടം സ്പൈഡർമാൻ യൂണിവേഴ്സിൽ. അവരുടെ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിൽ ഇത് ലാസ്റ്റ് പടം. പിന്നെ ഇനി അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി സ്പൈഡർമാൻ ആയിട്ടാണ്. ഇത് സ്പിൻ ഓഫ് നിർത്തി, വില്ലന്മാരുടെ സ്പിൻ ഓഫും പരിപാടിയും കോപ്പെല്ലാം നിർത്തി. ഇനി അങ്ങോട്ടേക്കുള്ളത് മറ്റേ സ്പൈഡർമാനെ ബേസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പടമാണ്. എനിക്കത് പറയാനുള്ളത് അത് തന്നെയാണ്. ദയവ് ഇത് ഇനി മേലെ ഇതുപോലത്തെ സ്പിൻ ഓഫ് ഒന്നും ഇറക്കരുത് പ്ലീസ്. കാരണം ഈ എൻ്റെ ആൾ മുടിയാതെ തമ്പി, ഈ ഇത് തന്നെ എങ്ങനെയൊക്കെ 2 മണിക്കൂറുള്ള പടം. പക്ഷേ ഈ 2 മണിക്കൂർ ഫീൽ ചെയ്യും നമുക്ക്. 2 മണിക്കൂറൊന്നും, ഞാൻ ഇറങ്ങി വന്നപ്പോൾ 3 മണിക്കൂർ തീർന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. അത്രയ്ക്ക് വാദമായിരുന്നു ഈ സിനിമ. ലാഗ് ഒരിടത്ത്. പിന്നെ പിന്നെ എടാ ഈ റൈനോ ഒക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. അത് വില്ലനായിട്ട് ആ റൈനോ ആണോ അതോ നിങ്ങൾ ലിസാർഡിനെയാണോ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുകയാണ്. കാരണം ഇതിനകത്തെ റൈനോ, നിങ്ങൾ വേണമെങ്കിൽ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ റൈനോ എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് അമേസിങ് സ്പൈഡർമാൻ 1 2012 ഇറങ്ങിയ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സിനിമ. അതിനകത്ത് ലിസാർഡ്, ആ ലിസാർഡിന്റെ ഒരു ഫിസിക്കാണ് എനിക്ക് ഓർമ്മ വന്നത് മോസ്റ്റ്ലി. അതായത് എന്ത് ശോഭമായിരുന്നു. VFX പൊട്ട. അത് സോണിയുടെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പടവും അതൊക്കെ തന്നെയാണ്. ആ കൂടെ വെനം മാത്രം കുറച്ചുകൂടി കുഴപ്പമില്ലായിരുന്നു. ബട്ട് മാഡം വെബും ആണേലും ഇതാണേലും ഒക്കെ VFX ശോകമായിരുന്നു. അതൊരിടത്തുണ്ട്. പിന്നെ സ്ക്രീൻ പ്ലേ ശോകം. പിന്നെ കാസ്റ്റ് വൈസ് ആണെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തൊരു കാസ്റ്റ്. റുസൽ ക്രോക്ക് എന്തിനോ വന്ന് അഭിനയിച്ചിട്ട് പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പിന്നെ ഞാൻ പറഞ്ഞ റൈനോ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു റൈനോ, അത് എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ ഞാൻ ഇത് ക്രേവണും ലിസാർഡും തമ്മിലുള്ള ഫൈറ്റാണെന്ന് ഞാൻ ഓർത്തു. അതുപോലെ ഉണ്ടാ ഫിസിക്ക്, ആ ഒരു കളർ ഗ്രേഡിങ്, പച്ച കളറൊക്കെ, പച്ചയും ഗ്രേയും ഒക്കെ കൂടി മിക്സ്, ഗ്രേ ആണെന്നാണ് അവർ പറയുന്നത്, അത് റൈനോടെ ഒരു കളർ. എനിക്ക് പിന്നെയും കുറച്ച് ഇമ്പാക്ട് തോന്നിയ റൈനോ ആണ് അമേസിങ് സ്പൈഡർമാൻ്റെത്. അതിനെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അവരുടെ അടുത്ത് പറയണം, അത് ഇത് കാണാനാണ്, ഇത് കണ്ടിട്ട് അതാണോ നല്ലത് ഇതാണോ നല്ലതെന്ന് പറയണം സത്യമായിട്ടും. കാരണം അതിനകത്തെ ആ റൈനോ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചും കൺവിൻസിങ് ആണ്. ഈവൻ ദോ ഹിസ് സ്ക്രീൻ ടൈം ഇസ് വെരി ഷോർട്ട്, അവർ അതിനകത്ത് കൂടെ ഒരു കൺവിൻസിങ് പരിപാടി നടത്തുന്നുണ്ട്. ഇതിനകത്ത് അതൊന്നും ഇല്ല. അങ്ങനെ ഒരു കാട്ടപരാധം കൂടി ഞാൻ കണ്ടു. ഇനി എന്തായാലും അടുത്തതായിട്ടുള്ളത് മാർക്കോ ആണ്. മാർക്കോ ഞാൻ എന്തായാലും പോയി കാണും. യെസ്, അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ബൈ.